everyone, welcome to the third episode of the series, The Rise of a Wonder Woman. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിലെല്ലാം നടന്നു പോകുന്നു വിചാരിക്കുമ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു, അതോടെ നമ്മുടെ അന്നത്തെ ദിവസത്തെ ഫുൾ മൂഡും പോയ പോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും റൂഡായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഓൾറെഡി സെറ്റാക്കിയ ഒരു പ്ലാൻ പെട്ടെന്ന് ഫ്ലോപ്പ് ആവുക, ട്രെയിന് മിസ്സാവുക, അതേപോലെ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ്. നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലെ ഉണ്ടാകുന്ന ഇവൻറ്റ്സ് ആണ് നമ്മുടെ മൂഡ് നശിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റ് അല്ല, മറിച്ച് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് നമ്മുടെ മൂഡ് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഞാനൊരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞുതരാം. E+R = O. Event plus response is equal to outcome. You cannot always control the event, but you can always choose your response and that changes your outcome. ഇപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഉള്ളത് നമ്മുടെ റെസ്പോൺസിൽ മാത്രമാണ്. ഇവൻ്റ് ആയാലും ഔട്ട്കം ആയാലും നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ റെസ്പോൺസ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം, നമ്മുടെ റെസ്പോൺസ് നമ്മൾ ചൂസ് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കം ആയിരിക്കും നമുക്ക് വരാം. ഞാനൊരു സിമ്പിൾ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഒരു ദിവസം ഞാൻ എൻ്റെ മോളെ പ്ലേ സ്കൂളും കഴിഞ്ഞിട്ട് പിക്ക് ചെയ്തിട്ട് വരുമായിരുന്നു ക്യാബിൽ. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 2:30 ആ ഒരു ടൈം ആയിരുന്നു. അപ്പോൾ അവൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്തോ കാരണം കൊണ്ട് അവളൊന്നും കഴിക്കാണ്ടാണ് വന്നത് സ്കൂളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ക്യാബ് കയറി. അൺഫോർച്ചുനേറ്റ്ലി സർവീസ് റോഡ് എടുക്കുന്നതിന് പകരം നമ്മുടെ ഡ്രൈവർ എടുത്തത് ഫ്ലൈ ഓവർ ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ഫ്ലൈ ഓവർ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്കൂളിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് എത്തുന്നതിന് പകരം ഏകദേശം 1 മണിക്കൂറിലധികം എടുത്തു നമ്മുടെ ഫുൾ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ മോള് ഭയങ്കര ക്രാങ്കി ആയിരുന്നു, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു നിമിഷത്തേക്ക് എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉണർന്നു. അതായത് അയ്യോ എൻ്റെ മോളൊന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങുകയും ചെയ്തു, ഇനിയിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഉറക്കത്തിന് എണീപ്പിച്ചിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആവും, അയ്യോ എൻ്റെ മോള് വിശന്നിട്ടാണല്ലോ ഉറങ്ങുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ മുമ്പത്തെ ഞാനായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തേനെ, ഞാൻ ഡ്രൈവറുടെ അടുത്ത് ഭയങ്കര റേസായിട്ട് സംസാരിച്ചേനെ. പക്ഷേ ആ ഒരു നിമിഷം ഞാനൊന്ന് പോസ് ചെയ്ത് ഞാനൊന്ന് ആലോചിച്ചു, ഇവിടെ എനിക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഡ്രൈവർ റോങ് ടേൺ എടുത്തതൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്നൊരു സംഭവമാണല്ലേ, അവിടെ എൻ്റെ കൺട്രോളിൽ ഒന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്ക് എൻ്റെ റെസ്പോൺസ് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാം, എനിക്ക് ഡ്രൈവറോട് ഷൗട്ട് ചെയ്യാം, ബട്ട് ആ സമയത്ത് ഞാൻ കാമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു സംഭവം ഞാൻ ചൂസ് ചെയ്തു. കാരണം റേസ് ആയതുകൊണ്ട് ഒന്നും കിട്ടാനില്ല എന്നുള്ളൊരു, അതായത് നമ്മൾ ആ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈവറുടെ അടുത്ത് ഒന്നും സംസാരിച്ചൊന്നുമില്ല. നമ്മൾ വീട്ടിലെത്തിയപ്പം നമ്മുടെ ക്യാബ് ഫെയർ എന്ന് പറയുന്നത് 3x മോർ ദാൻ ആക്ച്വൽ ഫെയർ ആയിരുന്നു. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കാണിച്ച ഫെയറിനേക്കാളും 3 times മോർ ആയിരുന്നു ഫൈനൽ ഫെയർ വന്നത്. പക്ഷേ ആ ഡ്രൈവർ എൻ്റെ അടുത്ത് ആക്ച്വലി ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞു. സോറി മാഡം, ഞാൻ അറിയാണ്ട് റോങ് ടേൺ എടുത്തു പോയി. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ ബുക്ക് ചെയ്യുമ്പോൾ കാണിച്ചത് ആ ഒരു പൈസ തന്നെ തന്നാൽ മതി, എന്താണോ കൂടുതൽ വരുന്നത് അത് ഞാനാണ് ബെയർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. അതോടെ ഞാനും കാമായി, പുള്ളിയും കാമായി. ഇതിന് പകരം ഞാനപ്പം റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? നമ്മൾ രണ്ടുപേരുടെയും ഡേ സ്പോയിലാവും എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാവുമായിരുന്നില്ല. നമ്മൾ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാം, ഇമ്പൾസീവ്ലി റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ്ഫുള്ളി റെസ്പോണ്ട് ചെയ്യാം. ഈ 2 ചോയ്സും നമുക്കുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ നമ്മുടെ പവർ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പം വി ടേക്ക് അവർ പവർ ബാക്ക്. പക്ഷേ നമ്മുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതായത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാനൊന്നും അത്ര ഈസി അല്ല. പക്ഷേ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ജസ്റ്റ് ഒരു പോസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ റിയാക്ടോ റെസ്പോണ്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫ്യൂ സെക്കൻഡ്സ് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ. നമ്മളോടിപ്പോൾ ഒരാൾ വളരെ റൂഡായിട്ട് സംസാരിക്കുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളടുത്ത് സംസാരിക്കുന്നു നമ്മളെപ്പറ്റി, നമുക്ക് വേണമെങ്കിൽ തിരിച്ചും റൂഡായിട്ട് സംസാരിക്കാം, നമുക്ക് തിരിച്ച് ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെടാം, ഫൈറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇതുപോലെ തിരിച്ചും റൂഡായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു ഫൈറ്റിലേക്ക് പോവും. അതോടെ നമ്മുടെ 2 ആളുടെയും മൂഡ് സ്പോയിലാവും. അല്ലാതെ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ
നമ്മൾ തിരിച്ചും റൂഡാവുന്നതിന് പകരം അല്ലെങ്കിൽ തിരിച്ച് ആർഗ്യുമെൻറ്റ്സ് പറയുന്നതിന് പകരം നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണോ നല്ലത്, ഇപ്പോൾ സംസാരിക്കാത്തതാണോ നല്ലത്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളിങ്ങനെ തോട്ട്ഫുള്ളി ചെയ്യുന്നതാണ് ആക്ച്വലി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതോ ഒന്നും നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അതായത് ഇപ്പം നമ്മളോട് ഒരാൾ റൂഡായിട്ട് സംസാരിക്കുമ്പം നമുക്കതിനൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമുക്ക് എന്താണ് നമ്മുടെ കൺട്രോളിലുള്ളത്, നമ്മൾ എങ്ങനെയാണോ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കൺട്രോളിങ് അതേഴ്സ് ബട്ട് ഇറ്റ്സ് മാസ്റ്ററിങ് യുവർ ഓൺ എനർജി. സോ നമ്മൾ നമ്മുടെ റെസ്പോൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മളും അതേപോലെ തിരിച്ച് റൂഡായി അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും കൂടിയാണ് അവിടെ ലോ ആവുന്നത്. നേരെ മറിച്ച് നമ്മളവിടെ തോട്ട്ഫുള്ളി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ എനർജീനെ ബാധിക്കുന്നില്ല. സോ ഇതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് സംഭവിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യാം. അതായത് ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലാണോ, ഇവിടെ എനിക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, എന്ത് റെസ്പോൺസാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് നമ്മൾ ആലോചിച്ചിട്ട് ആ രീതിക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ബീങ് ദി ഡ്രൈവർ ഓഫ് യുവർ ഓൺ മൈൻഡ് ആൻഡ് നോട്ട് ദി പാസഞ്ചർ ഓഫ് യുവർ ഇമോഷൻസ്. അതായത് എപ്പോഴും നമ്മുടെ ഇമോഷൻസ് നമ്മളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നമ്മൾ തോട്ട്ഫുള്ളായിട്ട് നമ്മുടെ ആക്ഷൻസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് എന്നെ അന്ന് ആ ഒരു ക്യാബ് ഇൻസിഡൻറ്റിൽ മാത്രമല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മിക്കവാറും എല്ലാ റിയൽ ലൈഫ് മൊമെൻറ്റ്സിലും ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് പാരൻറ്റിങ് ചാലഞ്ചസ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ്, കോൺഫ്ലിക്റ്റ്, ഈ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയത്തൊന്നും ഇത് പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് ചില സമയത്ത് നമ്മൾ വളരെയധികം ഇമോഷണലി ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇത് അത്രയും പോസിബിൾ അല്ല. പക്ഷേ ഒരു 10 ഇൻസിഡൻസിൽ ഒരു 5 തവണയെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് സ്ലോലി നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും സ്ലോലി. സോ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്ത് ശീലിച്ച് കഴിയുമ്പം എന്താ സംഭവിക്കുക എന്നറിയോ, ലൈഫ് സ്റ്റോപ്സ് കൺട്രോളിങ് യു സ്റ്റാർട്ട് ഡിസൈനിങ് ഇറ്റ്. നമ്മൾ ഈ പുറമേയുള്ള എക്സ്റ്റേണലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ തുടങ്ങും. ആൻഡ് ഈ ഒരു റൈസ് ഓഫ് എ വണ്ടർ വുമൺ എന്ന് പറയുന്ന സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ടേക്ക് യുവർ പവർ ബാക്ക്, വൺ കോൺഷ്യസ് ചോയ്സ് അറ്റ് എ ടൈം. ഈ ലൈഫിൽ ഇതുപോലെയുള്ള ഈവൻറ്റ്സ് സംഭവിക്കുമ്പം നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, E+R=O. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് എല്ലാവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇത് അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്നല്ല, വളരെ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യാം. ഐ ചൂസ് ടു റെസ്പോണ്ട്, നോട്ട് റിയാക്ട്. റിമെമ്പർ, റിപ്പീറ്റ് ആൻഡ് ലിവ് ഇറ്റ്. Because every Wonder Woman knows that the real strength lies not in control but in calm. See you in the next video. അതുവരെ എല്ലാവർക്കും താങ്ക് യു.